നമസ്കാരം. ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസരോചിതമായ ഒരു നിയമനിർമ്മാണം കൂടി നടന്നിരിക്കുന്നു. ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യം നിലനിർത്തുന്നതിന് വേണ്ടി അഭിമാനകരമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അതാണ് വഖഫ് ബോർഡ് നിയമ ഭേദഗതി. അത് പാസ്സാക്കിക്കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് അഭിമാനകരമായ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചു. CAA പാസ്സാക്കിയതുപോലെ 370 വകുപ്പ് എടുത്തു കളഞ്ഞതുപോലെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു നിയമനിർമ്മാണമാണിത്. കഴിഞ്ഞ 75 വർഷത്തെ ഭരണത്തിനിടയിൽ നമ്മളുടെ ഭരണഘടനയുടെ മൂല്യം ചോർത്തിക്കളയുന്ന കുറേ നിയമനിർമ്മാണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നതുമായ ഒരു നിയമമായിരുന്നു വഖഫ്. 1995 കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതികൾ, അതിനുശേഷം 2013 കൊണ്ടുവന്ന ഭേദഗതികൾ. ഇത് ഭരണഘടനയ്ക്ക് യഥാർത്ഥത്തിൽ എതിര് തന്നെയായിരുന്നു. ഒരു കോടതിയും എന്നിട്ട് അതിലിടപെട്ടില്ല. ഒരു കോടതിയും അതിനെക്കുറിച്ച് മിണ്ടിയില്ല. യഥാർത്ഥത്തിൽ ചരിത്രപരമായ ഒരു ഭരണഘടനയുടെ മൂല്യം കളഞ്ഞുകൊണ്ട് ഒളിച്ചു കടത്തി നടപ്പാക്കിയവരാണ് കഴിഞ്ഞ സർക്കാരുകൾ. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യനും ഉണ്ടായില്ല. അങ്ങനെയുള്ള ഒരു നിയമത്തിന് ചില ഭേദഗതികൾ വരുത്തിയിരിക്കുന്നു. സാധാരണക്കാരൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കാതെ ഭരണഘടനയിൽ മറ്റ് മതസ്ഥാപനങ്ങൾക്കോ മതസ്ഥർക്കോ കൊടുക്കുന്ന അവകാശം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയോ അവകാശങ്ങളെയോ ഖനിക്കരുതെന്ന് കൃത്യമായ നിർദ്ദേശങ്ങളുള്ള ഭേദഗതികളാണ് പാസ്സായത്. കേരളത്തെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒരിക്കലും ഇതുപോലുള്ള കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യനുകൾ നേരിട്ടിട്ടില്ല. അവർക്കത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിട്ട് പരിചയമില്ല. അവർ രണ്ടുപേരും കൂടി ഒത്തുചേർന്ന് തട്ടിമുട്ടി അല്ലെങ്കിൽ അഴകുഴമ്പൻ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായി യെസ് ഓർ നോ ആൻസർ ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും അവർ ഒരിക്കലും ഉത്തരം നൽകാൻ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അതിനുള്ള ചങ്കൂറ്റമുള്ള ഒരൊറ്റ മുഖ്യമന്ത്രിമാരോ ഒരൊറ്റ നേതാക്കളോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നു പോകുന്നത്. ഇപ്പോൾ നോക്കൂ, ഇതുപോലൊരവസരം, ഇതുപോലെ ഒരു ഇടതുപക്ഷവും വലതുപക്ഷവും തുണിയില്ലാതെ ജനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരവസരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും തുണിയില്ലാതെ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് ആ ചേറുകൂടി അവരുടെ ദേഹത്തോടെ ആക്കി തീർക്കുകയാണ് അവർ. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നിയമ ഭേദഗതികളെക്കുറിച്ച്, ഈ വഖഫിൻ്റെ നിയമ ഭേദഗതികളെക്കുറിച്ച് ഒരു രാഷ്ട്രീയക്കാരനുണ്ടായിരിക്കേണ്ടതിനേക്കാൾ കൂടുതലായ അറിവുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോൺ ജോർജും മറ്റ് മതമേലധ്യക്ഷന്മാരുമൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് KCBC അങ്ങനെ ഒരു പത്രക്കുറിപ്പിലൂടെ ഇതിനെ നിയമ ഭേദഗതി അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്ന് കൃത്യമായി ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് അനുസരിച്ച് ഇതിന് അനുകൂലമായി വോട്ട് ചെയ്താലേ സാധിക്കുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷവും വലതുപക്ഷവും രംഗത്ത് വരികയാണ്. നാണവും മാനവുമില്ലാതെ ഉടുതുണിയില്ലാതെ റോഡിലൂടെ നീങ്ങുന്ന രാജാക്കന്മാരെ പോലെയാണ് അവർ. എന്നിട്ടോ അത് മറയ്ക്കാനായി ചളിയിൽ കിടന്നുരുളുകയാണ്. ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രബുദ്ധ കേരളത്തിൻ്റെ ഒരവസ്ഥ.
ഇപ്പോഴും അവരെ അനുകൂലിക്കുന്നതും അവർക്ക് സിന്ദാബാദ് വിളിക്കുന്നതിനും ആളുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രബുദ്ധതയുടെ ദൃഷ്ടാന്തം, പ്രബുദ്ധത കാണിക്കുന്ന ദൃഷ്ടാന്തം. അത് നമ്മൾ കാണാതിരിക്കരുത്. ഈ നിയമ ഭേദഗതികൾ മുനമ്പത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുമോ? പരിഹരിക്കില്ല. പച്ചയായും ഒറ്റയായിട്ടുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് പരിഹരിക്കില്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ നിയമം അനുസരിച്ച് ഇവിടുത്തെ സർക്കാർ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ മുനമ്പം പ്രശ്നം പരിഹൃതമാവുകയുള്ളൂ. ഇവിടുത്തെ സർക്കാരാണ് അവരുടെ ഭൂമിയുടെ അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സർക്കാരാണ് അവർക്ക് അവിടെ കരമടയ്ക്കുന്നതിനോ മറ്റു സാഹചര്യങ്ങളൊന്നും ഇല്ലാതെയാക്കിയിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാനാവില്ല. അത് ഇവിടുത്തെ സർക്കാർ തന്നെ തിരുത്തണം. ഇവിടുത്തെ അത് വഖഫിൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന് വിജ്ഞാപനം ഇറക്കുകയോ അല്ലെങ്കിൽ അതിന് അവകാശമില്ല എന്ന് വഖഫ് ബോർഡ് പറയുകയോ ചെയ്യണം. അതിന് രേഖാമൂലമായ ഉത്തരവുകൾ താലൂക്ക് ഓഫീസുകളിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും ഒക്കെ പോകണം. അല്ലാതെ കേന്ദ്രം ഒരു നിയമം പാസ്സാക്കിയതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീരുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഈ മുനമ്പത്ത് സമരം ചെയ്യുന്ന ഓരോരുത്തരും കോടതിയെ സമീപിക്കേണ്ടി വരും ഈ നിയമം ഉണ്ടായതിന് ശേഷം. അല്ലാതെ തീരില്ല. അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് മുൻപന്കാരോട് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല സഹായം. അല്ലാതെ അവരുടെ സമരം നിർത്തിയത് കൊണ്ട് കാര്യമില്ല. ഇവിടുത്തെ സർക്കാർ കനിയണം. ഇവിടെ ഭരിക്കുന്ന സർക്കാർ നിങ്ങൾക്കെതിരാണ്, നിങ്ങളെ അവർക്ക് ആവശ്യമില്ല എന്നവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ജനത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെ പോലും ആവശ്യമില്ല എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും പച്ചയായി പറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ ഈ സമരക്കാർ മനസ്സിലാക്കിയാൽ മതി. അടുത്ത നടപടി എന്ത് വേണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. ഈ സമരം ചെയ്യുന്നവർ 100% സമരം യുദ്ധമായി തന്നെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലേ വിജയിക്കൂ. അതിനകത്ത് അല്പമെങ്കിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരാജയപ്പെടും. ഒരു ചെറിയ സുഷിരത്തിലൂടെ കയറുന്ന വെള്ളവും മതി ഒരു കപ്പലിനെ മുക്കാൻ. അത് നിങ്ങൾ കണ്ടറിഞ്ഞ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയുന്നില്ല. മുനമ്പംകാർക്ക് എല്ലാ ആശംസകളും. ഈ നിയമം നിങ്ങൾക്ക് സഹായകരമാണ്, അതിന് സംശയമില്ല. ഈ നിയമത്തിലുള്ള ഭേദഗതികളിലൂടെ നിങ്ങളുടെ അവകാശങ്ങൾ ഇനി മറ്റാർക്കും തട്ടിയെടുക്കാനാവില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് അവിടെ. പക്ഷേ ഇവിടുത്തെ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ച് അവർ ക്ലിയർ ചെയ്യുന്നത് വരെ മുനമ്പംകാർക്ക് ഈ നിയമം കൊണ്ട് ഒരു സഹായവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഭരിക്കുന്ന ആളുകളെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? അതാണ് ചോദ്യം. ഇവിടെ ഭരിക്കുന്നവർ നിങ്ങൾക്കെതിരാണ്. ക്രിസ്ത്യൻ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരാണ് ഇവിടെ ഭരിക്കുന്നവരും ഇവിടുത്തെ പ്രതിപക്ഷവും. നിങ്ങൾക്ക് അവരെ മാറ്റാൻ പറ്റുമോ? ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഉത്തരം നൽകണം, അത്രയേ ഉള്ളൂ. താങ്ക് യു. വീണ്ടും കാണാം.